മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി കുറച്ച് നേരം കഴിഞ്ഞ് തണുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ കറിയുമായിട്ടാണ് കേട്ടോ. അതായത് മാങ്ങാക്കറി. ഇപ്പോൾ നല്ല പച്ചമാങ്ങ കിട്ടുന്ന സമയമാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നമ്മുടെ തൃശ്ശൂർ മീൻകറി ഉണ്ടാക്കില്ലേ, അതേ സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷെ മാങ്ങാക്കറി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മിക്സ്ഡ് വെജ് പക്കോട കാണാത്തവർ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള മാങ്ങാക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എൻ്റെ അമ്മയുടെ റെസിപ്പി ആയിട്ടുള്ള പച്ചമാങ്ങാക്കറി തയ്യാറാക്കാം. ഞാൻ പലതരത്തിൽ പച്ചമാങ്ങാക്കറി ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള വെർഷനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പച്ചമാങ്ങ, അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ മാങ്ങയുടെ കളർ കാണുമ്പോൾ എന്താ മഞ്ഞ കളറായിട്ടിരിക്കുന്നു വിചാരിക്കും. ഇത് നല്ല മൂത്ത വിളഞ്ഞ മാങ്ങയാണത്. അത്യാവശ്യം പുളിയുണ്ട്. അതേസമയം ഇതാണ് അതിൻ്റെ ഒരു പരുവ് എന്ന് പറയുന്നത്. ഈ മാങ്ങ കിട്ടുകയാണെങ്കിൽ, ഈ ഒരു രീതിയിലുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അതല്ലെങ്കിൽ വിളയാത്ത മാങ്ങ വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 2 മാങ്ങ, ഇടത്തരം മാങ്ങ ഇതേപോലെ മീഡിയം പീസസ് ആയിട്ട് മുറിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2 ചെറിയുള്ളിയുമാണ് കേട്ടോ. ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. ചതച്ചില്ലെങ്കിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇഞ്ചിയുടെ സൈസ് ഒരുപാട് കൂടാൻ പാടില്ല. അതായത് ഇഞ്ചിയുടെ മണം കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു രീതിയിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ 2 ചെറുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചതച്ചത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 2 പച്ചമുളക് നെടുകെ കീറിയത്. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറിക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ അതനുസരിച്ച്, അതായത് നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ചായിരിക്കും ഉപ്പിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. പിന്നെ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, പക്ഷെ അത് ഓപ്ഷനിലാണ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് തേങ്ങ അതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 2-2.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ടൈം പാലും എല്ലാം ഒരുമിച്ച് തന്നെയുള്ളതാണ്. അല്ലാണ്ട് 1-ാം പാല് 2-ാം പാല് അങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2.5 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 2 കപ്പ് തേങ്ങയിൽ നിന്നും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി ഉറപ്പ് വരുത്തിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ചുറ്റിക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും, തേങ്ങാപ്പാൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ആദ്യത്തെ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കുക. ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലോ മതി. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ടടയ്ക്കുന്ന. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് 5 മിനിറ്റും കൂടെ ഒന്ന് കുക്കാവട്ടെ. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ മാങ്ങയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് 1/2 ഗ്ലാസും കൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, ഇരിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് മാറും. അപ്പോൾ ഇപ്പം തന്നെ ഇത്തിരി തിക്കാണെങ്കിൽ പിന്നെ ചൂടാറുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ട് 1/2 ഗ്ലാസും കൂടെ, അപ്പോൾ 2.5 ഗ്ലാസ് പ്ലസ് 1/2 ഗ്ലാസ്, മൊത്തം 3 ഗ്ലാസ്സാണ് ഇതിൽ ഈ വാട്ടറിൻ്റെ. നമ്മൾ തേങ്ങാപ്പാൽ 2.5 ഗ്ലാസും പിന്നെ വെള്ളം എക്സ്ട്രാ 1/2 ഗ്ലാസും കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാനിപ്പോൾ അതിൽ 3/4 ടീസ്പൂണാണ് ഉപ്പ് ഇട്ടുണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. 2 മിനിറ്റും കൂടെ തിളക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ കറി ഓഫ് ചെയ്യാണ് കേട്ടോ. തിളച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് റെഡിയാവാൻ, നമ്മുടെ കറി റെഡിയാവാൻ. ഇനി നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് സോസ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 5ഓളം ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അസല് മീൻകറി തന്നെ, ഒരു മാറ്റവും ഇല്ല. മീനില്ലാന്ന് മാത്രം, അതിന് വരെ മാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ തൃശ്ശൂർ മീൻകറിയുടെ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ
രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും സൂപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ നാളേക്ക് പിന്നെ പറയേ വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മധുരം ഉണ്ടെങ്കിലാണ് ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവുക. പക്ഷെ കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നമ്മൾ മീൻകറിയിൽ സാധാരണ മധുരം ഒന്നും ഇടാറില്ല. പക്ഷേ മാങ്ങക്കറി അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു അല്പം മധുരം ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യാലിറ്റിയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പം അതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. മാങ്ങയുടെ സമയമാകുമ്പോൾ എല്ലാ സ്ഥലത്തും നല്ലോണം പച്ചമാങ്ങ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറി കുറച്ച് നേരം കഴിഞ്ഞ് തണുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള മാങ്ങാക്കറി എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്താണെങ്കിലും നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്